ഹനുമാൻ. ആമുഖം. പാശ്ചാത്യ ലോകം ഓരോ വർഷവും മാറുന്ന ചലനാത്മക സൂപ്പർ ഹീറോകളെ തിരയുമ്പോൾ കിഴക്കൻ ലോകം ഇതിനകം നിലനിൽക്കുന്ന നിരവധി സൂപ്പർ ഹീറോകളിൽ സന്തോഷിക്കുന്നു. അവയിൽ ഏറ്റവും ചലനാത്മകമായത് നിത്യഹരിതവും യഥാർത്ഥവുമായ സൂപ്പർ ഹീറോയാണ് ഹനുമാൻ. അദ്ദേഹത്തിന്റെ കഥകൾ നൂറ്റാണ്ടുകളായി നാഗരികതകളെ രസിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹനുമാൻ കഥകൾ എല്ലായ്പ്പോഴും ഇന്ത്യൻ സംസ്കാരത്തിന്റെയും ധാർമ്മികതയുടെയും ഒരു പ്രധാന ഭാഗമായിരുന്നെങ്കിലും യഥാർത്ഥ പരമ്പരാഗത കഥകളിൽ നിന്ന് വ്യതിചലിക്കാതെ സമകാലിക രീതിയിൽ അവ അവതരിപ്പിക്കാൻ ഒരിക്കലും ഗൗരവമായ ശ്രമം നടന്നിട്ടില്ല. ഈ ഹനുമാൻ കഥകൾ ആധുനിക ലോകവുമായി പങ്കുവെക്കാനും നൂതനവും വിജ്ഞാനപ്രദവുമായ രീതിയിൽ വിനോദത്തിന്റെ ആവശ്യകത നിറവേറ്റാനും ക്രോണിക്കിൾസ് ഓഫ് ഹനുമാൻ വാഗ്ദാനം ചെയ്യുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇന്ത്യൻ പുരാണങ്ങളിലും നാടോടിക്കഥകളിലും നിലനിൽക്കുന്ന നിരവധി ഹനുമാൻ കഥകളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. കാലക്രമേണ ഈ ആകർഷകമായ കഥകൾ ആധുനിക വായനക്കാരുടെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമായതായി തോന്നുന്നു. ഈ പുസ്തകത്തിന്റെ പരിധിക്കുള്ളിൽ മുമ്പ് കേട്ടിട്ടില്ലാത്ത കഥകളുണ്ട്. ഹനുമാൻ കഥാപാത്രത്തിന്റെ വാൽമീകി പതിപ്പുമായി പ്രത്യയശാസ്ത്രപരമായ യോജിപ്പുള്ള കഥകൾ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ളവ അത്രയല്ല. ഹനുമാന്റെ ദിവ്യ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്നതിനായി ശ്രദ്ധാപൂർവം ഒഴിവാക്കിയിരിക്കുന്നു. കഥ പറച്ചിൽ എന്നത് താടിയെല്ലുകൾ വീഴുമ്പോഴെല്ലാം അറിവ് പകരുന്ന കലയാണ്. താടിയെല്ലുകൾ വീഴുമ്പോഴെല്ലാം വായ തുറക്കുകയും അറിവിന്റെ ഗുളികകൾ സമർത്ഥമായി തിരുകുകയും ചെയ്യുന്നു എന്നതാണ് ആശയം. വിലപ്പെട്ട ഒരു ജീവിതപാഠം പഠിക്കുമ്പോൾ വായനക്കാരൻ ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയില്ല. ഹനുമാൻ സീതയെ കണ്ടെത്തിയ കഥയിൽ നിന്ന് വിജയം നേടുന്നതിനുള്ള സൂത്രവാക്യം നാം പഠിക്കുന്നു. ശ്രീരാമനുമായുള്ള ഹനുമാന്റെ ആദ്യ കൂടിക്കാഴ്ച ആശയവിനിമയ കഴിവുകളുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് അതുല്യമായ പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള വാനരദേവന്റെ കഴിവ് ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഇച്ഛാശക്തിയുടെയും ശ്രദ്ധയുടെയും ശക്തി പഠിക്കാൻ നമ്മെ അനുവദിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും സന്തോഷത്തിന്റെയും പഠനത്തിന്റെയും ഉറവിടമാണ് ഹനുമാൻ കഥകൾ. ഒരു യഥാർത്ഥ നായകൻ എങ്ങനെ വൈരുദ്ധ്യ ഗുണങ്ങളുടെ ശരിയായ സംയോജനമായിരിക്കണമെന്ന് ഹനുമാൻ വിശദീകരിക്കുന്നു. മധുരം കലർന്ന ശക്തി, ഗുരുത്വാകർഷണത്താൽ രുചികരമായ നർമ്മം, ബാലിശമായ നിഷ്കളങ്കത കലർന്ന മൂർച്ചയുള്ള ബുദ്ധി, ശക്തി കലർന്ന സംവേദനക്ഷമത, നൂതനമായ ആത്മാവ് കലർന്ന പരമ്പരാഗത ജ്ഞാനം, സൗമ്യമായ വിനയം കലർന്ന ഉഗ്രമായ ദൃഢനിശ്ചയം. ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു പുസ്തകമാണ് ഹനുമാന്റെ ക്രോണിക്കിൾസ്. കുട്ടികൾക്ക് രസകരമായ ഒരു വായനയാണിത്. മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പുസ്തകം. യുവാക്കൾക്കുള്ള ഒരു ജീവിതശൈലി മാനേജ്മെന്റ് മാനുവൽ. മത്സരബുദ്ധിയുള്ള ലോകത്തുള്ളവർക്ക് ഒരു പ്രചോദനാത്മകമായ വഴികാട്ടിയാണിത്. പക്ഷേ ഹനുമാനെ ആരാധിക്കുന്നവർക്ക് ഒരു പ്രചോദനവും അവനെ സ്നേഹിക്കുന്നവർക്ക് ഒരു നിധിയുമാണ് ഇത്. നിങ്ങളുടെ യഥാർത്ഥ സൂപ്പർ ഹീറോയെ മറക്കാനാവാത്ത രീതിയിൽ വീണ്ടും കണ്ടെത്താൻ രചയിതാവ് നിങ്ങളെ ക്ഷണിക്കുന്നു. വേദകഥകൾ. മോഷ്ടിച്ച സഞ്ചി. അഗ്നിയിൽ നിന്ന് ഭയാനകമായ ഒരു പവിത്രമായ രൂപം ഉയർന്നുവന്നു. അവൻ തീ പോലെ കാണപ്പെട്ടു. ചുവന്ന മുടിയും തിളങ്ങുന്ന ശരീരവുമുള്ള അവൻ കാണാൻ വളരെ സുന്ദരനായിരുന്നു. അയോധ്യയിൽ ആരും അങ്ങനെയൊരു കാര്യം സാധ്യമാണെന്ന് കരുതിയിരുന്നില്ല. താൻ എന്താണ് ചെയ്യുന്നതെന്ന് തനിക്ക് അറിയാമെന്നും ഋഷിമാരിൽ തുല്യ വിശ്വാസമുണ്ടെന്നും രാജാവിന് ആത്മവിശ്വാസമുണ്ടായിരുന്നു. വേദങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന നടപടിക്രമങ്ങളിൽ ഋഷിമാർ വിശ്വസിച്ചു. വേദങ്ങൾ എല്ലായ്പ്പോഴും ശരിയാണെന്ന് അവർ വിശ്വസിച്ചു. അവരുടെ ശ്മശാനം മതിയായ തെളിവായിരുന്നു. താമസിയാതെ ദശരഥൻ കത്തുന്ന മനുഷ്യൻ കൊണ്ടുവന്ന മധുരപാനീയത്തിന്റെ സ്വർണ്ണ കലശം പിടിച്ചു. ജ്വലിക്കുന്ന തീയിൽ നിന്ന് അത് പുറത്തുവന്നെങ്കിലും സ്വർണ്ണ കലശം സ്പർശനത്തിന് പൂർണ്ണമായും തണുത്തതായിരുന്നു. ഉള്ളടക്കവും തണുത്തതായിരുന്നു. ദശരഥ രാജാവ് മധുരപാനീയത്തിന്റെ ഒരു ഭാഗം 3 തവണ എടുത്ത് തന്റെ 3 രാജ്ഞികളുടെ തുറന്ന കൈപ്പത്തികളിൽ വച്ചു. സുമിത്രന്റെ കൈപ്പത്തിയിൽ അവസാന ഭാഗം വയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒരു വലിയ പരുന്ത് താഴേക്ക് ചാടി പാനീയത്തിന്റെ ഒരു ചെറിയ ഭാഗം തട്ടിയെടുത്ത് പറന്നുപോയി. ഇത് കണ്ട എല്ലാവരും അത്ഭുതപ്പെട്ടു. ഈ സംഭവത്തിൽ ഒരു ദുരുദ്ദേശ്യവുമില്ലെന്ന് വിശ്വസിച്ചു. ഈ അപകടം കണ്ട ഒരു ജ്ഞാനിയായ മുനി തന്റെ ജ്ഞാനത്താൽ അവരെ ശാന്തരാക്കി. ഇത്രയും സുരക്ഷിതരായ ജനക്കൂട്ടത്തിൽ നിന്ന് പാനീയം തട്ടിയെടുക്കാൻ ധൈര്യപ്പെട്ട പരുന്ത് ഒരു സാധാരണ പക്ഷിയായിരിക്കില്ല. അത് വിഷ്ണുവിനെ വഹിക്കുന്ന ഗരുഡനായിരിക്കണം. ഇത് വിഷ്ണുവിന്റെ വിനോദമാണ്, അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം കഴുകൻ ഒരു വിദൂര ദേശത്തേക്ക് പറന്നു. അവിടെ എന്തോ പ്രത്യേകത നടക്കുന്നു. രാജ്യത്തിന്റെ തെക്ക് ഭാഗത്തുള്ള കിഷ്കിന്ധ എന്ന മാന്ത്രിക ദേശമായിരുന്നു അത്. ഒരു നിബിഡ വനത്തിന്റെ നടുവിൽ ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഒരു സന്യാസിയുടെ വേഷം ധരിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇത് വാനര രാജാവായ കേസരിയുടെ ഭാര്യ അഞ്ജനയായിരുന്നു. അവൾ കൈകൾ കൂപ്പി തന്റെ പരമാത്മാവിനോട് പ്രാർത്ഥിച്ചു. ലോകം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ വീരനാകുകയും മനുഷ്യരാശിക്ക് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത വിധത്തിൽ സഹായിക്കുകയും ചെയ്യുന്ന ഒരു മകനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. പക്ഷി അതിന്റെ നഖങ്ങൾ വിടർത്തി. ഒരു നിമിഷം കൊണ്ട് അമൃത് അവളുടെ തുറന്ന കൈപ്പത്തികളിൽ വീണു.
അമൃത് സ്പർശിച്ചപ്പോൾ അഞ്ജന യാഥാർത്ഥ്യത്തിലേക്ക് ഞെട്ടി. അവൾ കണ്ണുകൾ തുറന്നപ്പോൾ അവളുടെ കൈപ്പത്തികളിൽ തേൻ പോലുള്ള ഒരു തേൻ കുമിള കണ്ടു. മുകളിലേക്ക് നോക്കിയപ്പോൾ ദിവ്യമായ പരുന്ത് തന്നെ ദയനീയമായി നോക്കുന്നത് അവൾ കണ്ടു. അവളുടെ ജീവിതത്തിൽ ഒരു സ്വർഗീയ ഇടപെടലുണ്ടായിരുന്നു. അവളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചു. അവൾ കണ്ണുകൾ അടച്ച് നന്ദിയുടെ പ്രാർത്ഥന നടത്തി അമൃത് വിഴുങ്ങി. അമൃത് അവളുടെ ശരീരത്തിൽ പ്രവേശിച്ചയുടനെ അവൾക്ക് സ്വയം ഒരു മാറ്റം അനുഭവപ്പെട്ടു. അവൾ ഇനി അവളുടെ പതിവ് സ്വഭാവമായിരുന്നില്ല. അവളുടെ ഗർഭപാത്രം നിറയുന്നത് അവൾക്ക് പെട്ടെന്ന് അനുഭവപ്പെട്ടു. ദേവന്മാരുടെ ശക്തിയാൽ അവൾ ഗർഭിണിയായിരുന്നു. അവൾ ചെയ്യേണ്ടത് പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുക മാത്രമാണ്. അവൻ വരുന്നു. കുത്ത് ക്വോട്ട്. മഹാന്മാരുടെ ജീവിതത്തിൽ അപകടങ്ങൾ സംഭവിക്കുന്നത് ദുർബലമായ ഒരു തെറ്റ് മൂലമല്ല, മറിച്ച് ഒരു ഉയർന്ന പദ്ധതി മൂലമാണ്. ഒരു ദിവ്യ ജനനം. രാമ രാമ രാമ. ആയിരക്കണക്കിന് ശിഷ്യന്മാർ അവന്റെ ചുറ്റും ഇരുന്നു. അവൻ കണ്ണുകൾ തുറക്കുന്നതും കാത്ത്. അവർ എത്രനേരം കാത്തിരിക്കുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അവൻ അവരെ കൂടാതെ ജീവിക്കാൻ ആഗ്രഹിച്ചില്ല. അത്തരമൊരു അവസ്ഥയിലേക്ക് അവൻ പലതവണ പ്രവേശിക്കുമായിരുന്നു. അനുഭവം ഓരോ തവണയും വ്യത്യസ്തമായിരുന്നു. ദൈർഘ്യം മാത്രമല്ല, മയക്കത്തിൽ നിന്ന് അവൻ പുറത്തുവരുന്ന രീതിയും. അവന്റെ അവബോധത്തിൽ എപ്പോഴും ആഴമേറിയതും നിഗൂഢവുമായ ഒരു രഹസ്യമുണ്ടായിരുന്നു. അവനു മാത്രം അറിയാവുന്ന ഒരു രഹസ്യം. അവന്റെ ഏറ്റവും അടുത്ത കൂട്ടാളികൾ ഉൾപ്പെടെ എല്ലാവരും അവന്റെ പെട്ടെന്നുള്ള പ്രത്യക്ഷയിൽ അത്ഭുതപ്പെട്ടു. രാമൻ ആരായിരുന്നു? അവന്റെ കണ്ണുകൾ ഇപ്പോഴും അടഞ്ഞിരുന്നു. അവരുടെ നേതാവിനെ ആരാധിക്കാൻ അവർക്ക് ഇപ്പോഴും കുറച്ചു നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. തികഞ്ഞ താമരയുടെ സ്ഥാനത്ത് ഇരിക്കുന്ന യോഗികളിൽ ഏറ്റവും മികച്ചവനായിരുന്നു അദ്ദേഹം. അത്ഭുതകരമായി തൂത്തുവാരിയ ശരീരം കടുവയുടെ തൊലി കൊണ്ട് മൂടിയിരുന്നു. വെളുത്ത ചാരത്തിന്റെ 3 വരകൾ അവന്റെ നെറ്റിയിൽ മനോഹരമായി അലങ്കരിച്ചിരുന്നു. പക്ഷേ മധ്യത്തിൽ നിശബ്ദമായി അടച്ചിരിക്കുന്ന ഒരു 3-ാം കണ്ണ് അവന്റെ ശക്തമായ കൈകൾ രുദ്രാക്ഷമണികൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. തലയിലെ ഒരു ബണ്ണിലെ വൃത്തികെട്ട മുടി മണികളുടെ ഒരു ചരടിൽ ഉറപ്പിച്ചിരുന്നു. ഒരു വശത്ത് ചന്ദ്രനും മറുവശത്ത് ഗംഗയും ഒഴുകുന്നതിനാൽ ശിവൻ സമാധാനത്തിന്റെയും ശാന്തതയുടെയും ഒരു സ്ഥലമായിരുന്നു. ഒടുവിൽ അവൻ കണ്ണുകൾ തുറന്നപ്പോൾ തന്റെ ഭാര്യ സതി തന്റെ അരികിൽ കണ്ടു. അവളുടെ 6-ാമത്തെ ഇന്ദ്രിയം അവളോട് അവളുടെ സാന്നിധ്യം ആവശ്യമാണെന്ന് പറഞ്ഞു. അവളെ അരികിൽ കണ്ട ശിവൻ സ്നേഹപൂർവ്വം അവളുടെ ചെവിയിൽ പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു, രാവണൻ ശേഖരിച്ച അസുരശക്തികളെ നശിപ്പിക്കാനും അവന്റെ ക്രൂരതകൾ അവസാനിപ്പിക്കാനും വിഷ്ണു ഉടൻ ഭൂമിയിൽ അവതരിക്കും. തന്റെ ലീലകളിൽ സഹായിക്കാൻ എല്ലാ ദേവന്മാരോടും കുരങ്ങന്മാരായി ജനിക്കാൻ അവൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാമന്റെ അവതാരവുമായി ബന്ധപ്പെട്ട ഈ സുവർണാവസരം ഞാൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഈ രാമലീലകളിൽ പങ്കെടുക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും. ഇത് കേട്ടപ്പോൾ സതി വളരെ ദുഃഖിതയായി. ഭർത്താവിന്റെ കൂട്ടുകെട്ടിന്റെ സന്തോഷം ഒരിക്കലും അനുഭവിക്കില്ലെന്ന് അവൾക്ക് തോന്നി. അവൻ തന്നോടൊപ്പമുണ്ടായിരുന്നപ്പോൾ അവൻ ധ്യാനിക്കുകയായിരുന്നു. ബോധം വീണ്ടെടുത്തപ്പോൾ അവൻ സേവിക്കുകയായിരുന്നു. രാമനെ സേവിക്കാനുള്ള ഭർത്താവിന്റെ ആഗ്രഹത്തെ തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കാതെ അവൾ ഒരു പ്രത്യേക അപേക്ഷ നടത്തി. എന്റെ ദൈവമേ, രാമലീലകളിൽ പങ്കെടുക്കാൻ നീ ഒരു കുരങ്ങായി വികസിക്കണമെങ്കിൽ ഞാൻ നിന്റെ വാലിന്റെ രൂപം സ്വീകരിച്ച് നിന്നെ സേവിക്കട്ടെ. ശിവൻ സന്തോഷത്തോടെ ആ നിർദ്ദേശം സ്വീകരിച്ചു. പക്ഷേ സതിക്ക് ഇപ്പോഴും ഒരു സംശയം പരിഹരിക്കാനായില്ല. അവൾ അവനോട് പറയാൻ തീരുമാനിച്ചു. ഒരു വശത്ത് ഒരു സഖ്യകക്ഷിയായി പ്രത്യക്ഷപ്പെട്ട രാവണന് ശിവന് എങ്ങനെ ഇത്രയധികം വരങ്ങൾ നൽകാൻ കഴിയുമെന്ന് അവൾക്ക് മനസ്സിലായില്ല. മറുവശത്ത് അവനെ നശിപ്പിക്കാനുള്ള ഗൂഢാലോചനയിൽ പങ്കുചേരാൻ അവൻ പദ്ധതിയിടുന്നു. അവളുടെ നിഷ്കളങ്കയും ജിജ്ഞാസയും കണ്ട് ശിവൻ ചിരിച്ചു. രാവണൻ തന്റെ 10 വിഭജനങ്ങളെയോ രുദ്രന്മാരെയോ പ്രീതിപ്പെടുത്തുന്നതിൽ വിജയിച്ചെങ്കിലും താൻ അതൃപ്തനാണെന്നും തന്റെ 11-ാമത്തെ വിഭജനത്തെ യഥാർത്ഥത്തിൽ കോപിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അവളോട് പറഞ്ഞു. തന്റെ 11-ാമത്തെ വിഭജനം അഞ്ജനയുടെ മകനായി ഭൂമിയിൽ അവതരിക്കുമെന്നും ഹനുമാൻ എന്ന് വിളിക്കപ്പെടുമെന്നും ശിവൻ വിശദീകരിച്ചു. ഭർത്താവിന്റെ ബുദ്ധിശക്തിയിലും രാമനെ സേവിക്കാനുള്ള ആഗ്രഹത്തിലും സംതൃപ്തയായ സതി ശിവനെ ആലിംഗനം ചെയ്തു. താമസിയാതെ ഇരുവരും കുരങ്ങുകളായി രൂപാന്തരപ്പെടുകയും ദാമ്പത്യ ആനന്ദം ആസ്വദിക്കാൻ തുടങ്ങുകയും ചെയ്തു. അവരുടെ ഐക്യം ശക്തമായ ഒരു വികാരമായി മാറി. ശരിയായ സമയത്ത് അഞ്ജനക്ക് അത് എത്തിക്കാൻ ശിവൻ വായുവിനെ, കാറ്റിന്റെ ദേവൻ, ഏൽപ്പിച്ചു. തനിക്ക് ലഭിച്ച ശക്തി വളരെക്കാലം നിലനിർത്താനുള്ള അവളുടെ കഴിവിനെക്കുറിച്ച് വായുവിന് ഉറപ്പില്ലായിരുന്നു. ശിവന്റെ ഗർഭപാത്രം വളരെ ചൂടുള്ളതായതിനാൽ അത് അവന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ കത്തുന്ന കാറ്റ് വീശുന്നത് തുടരുകയും ഒടുവിൽ ലോകം നശിപ്പിക്കപ്പെടുകയും ചെയ്യും. അവൾ 7 ഋഷിമാരെ, 7 മുനിമാരെ വിളിച്ച് ശരിയായ സമയം വരുന്നതുവരെ ശിവന്റെ ഗർഭം തുടരാൻ ആവശ്യപ്പെട്ടു. ഈ 7 മുനിമാരും ഗംഗയിൽ നിന്ന് ഒരു ലോഹപാളി കൊണ്ടുവന്ന് അതിൽ ശക്തമായ ഒരു ശക്തി സ്ഥാപിക്കുകയും വായുവിന് അത് വീണ്ടെടുക്കാൻ കഴിയുന്നതുവരെ അത് സുരക്ഷിതമായി സൂക്ഷിക്കുകയും ചെയ്യുമെന്ന് മന്ദകിയോട് വാഗ്ദാനം ചെയ്തു. അതേസമയം സ്വർഗത്തിൽ ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതി തന്റെ സേവകരിൽ ഒരാളായ പുഞ്ചികസ്ഥലിയെ ഭൂമിയിൽ ഒരു കുരങ്ങനാകാൻ ശപിച്ചു. തൽഫലമായി അവൾ ഭൂമിയിൽ അഞ്ജനയായി പുനർജനിച്ചു.
പ്രായപൂർത്തിയായപ്പോൾ അവൾ വാനര രാജാവായ കേസരിയെ വിവാഹം കഴിച്ചു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് കുട്ടികളില്ലായിരുന്നു. ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ അഞ്ജന കടുത്ത നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു. തപസ്സിൽ മുഴുകിയപ്പോൾ അവളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച വായു ശിവന്റെ കൃപ ലഭിക്കാൻ തക്ക ശുദ്ധയാണെന്ന് മനസ്സിലാക്കി. പെട്ടെന്ന് ഒരു അദൃശ്യ ശക്തി തന്നെ പിടികൂടുന്നതായി അഞ്ജനക്ക് തോന്നി. അവൾ ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങി. ഇതിന് ഉത്തരവാദിയായ വ്യക്തിയെ ശപിക്കാൻ അവൾ നിലവിളിച്ചു. തുടർന്ന് വായു അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ലോകം കണ്ട ഏറ്റവും വലിയ യോദ്ധാവായി മാറുന്ന ഒരു കുട്ടിയെ അവൾക്ക് നൽകാൻ ശിവന്റെ മാർഗനിർദ്ദേശപ്രകാരം താൻ ഇവിടെയുണ്ടെന്ന് വിശദീകരിച്ചു. അവൻ ശിവന്റെ നേരിട്ടുള്ള തുടർച്ചയും വായുവിന്റെ മകനുമാണ്. ഇത് കേട്ട അഞ്ജന ശക്തമായ ആശയം ഉടനടി സ്വീകരിച്ചു. ഭാര്യ ഒരു പുത്രനുവേണ്ടി തപസ്സനുഷ്ഠിക്കുമ്പോൾ ശിവനെ പ്രീതിപ്പെടുത്തുന്നതിനായി കേസരി വ്യത്യസ്തമായ ഒരു തപസ് അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. അവൾ വിവിധ പുണ്യസ്ഥലങ്ങളിൽ തീവ്രമായ പ്രാർത്ഥനകൾ നടത്തി അലഞ്ഞു നടക്കുകയായിരുന്നു. ഒരു പുണ്യസ്ഥലത്ത് നിന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഗോകർണത്തിലെത്തി. ഈ സ്ഥലത്ത് നിരപരാധികളായ മുനിമാരെ പീഡിപ്പിക്കുന്ന ശംഭസാധനൻ എന്ന അസുരനെ അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം അസുരനുമായി യുദ്ധം ചെയ്തു. കഠിനമായ പോരാട്ടത്തിനു ശേഷം നെഞ്ചിൽ ശക്തമായി അടിച്ച് അവനെ കൊല്ലുന്നതിൽ വിജയിച്ചു. കേസരിയെ അവരുടെ ഭാരത്തിൽ നിന്ന് മോചിപ്പിച്ചതിൽ സന്തോഷിച്ച മുനിമാർ ഒരുമിച്ച് അവൾക്ക് ഒരു ശക്തനായ മകനെ നൽകി അനുഗ്രഹിച്ചു. ഇതിനായി അവർ അവൾക്ക് ഒരു ശിവമന്ത്രം അർപ്പിച്ചു. കേസരി ഈ മന്ത്രം ചൊല്ലിയ ഉടനെ ശിവൻ അവന്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ട് അവനെ അനുഗ്രഹിച്ചു. ഉടനെ ശിവശക്തിയാൽ ശക്തി പ്രാപിച്ചതായി കേസരിക്ക് തോന്നി. കൃത്യസമയത്ത് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ഭാര്യ അഞ്ജന തന്റെ ദൗത്യത്തിൽ നിന്ന് മടങ്ങിവരുന്നത് കണ്ടു. ഇരുവരും പരസ്പരം നോക്കി സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. കാവി നിറമുള്ള ശിവശക്തി ഇപ്പോൾ അഞ്ജനയിലേക്കും വ്യാപിച്ചു. കാവി നിറമുള്ള ശിവശക്തി അവളുടെ സ്വാഭാവിക സ്വഭാവമായി. കാലക്രമേണ ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോ ജനിച്ചു. നിസ്വാർത്ഥയാണ് വീരത്വത്തിന് ജന്മം നൽകുന്നത്. ഗർഭഛിദ്രത്തിന് ശ്രമിച്ചു. രാത്രിയുടെ ഇരുട്ടിൽ ഒരു രാജാവ് മറ്റൊരു രാജാവിന്റെ കൊട്ടാരത്തിൽ രഹസ്യമായി പ്രവേശിച്ചു. ഇത് സാധാരണ സംഭവമായിരുന്നില്ല. പക്ഷേ അത് സംഭവിച്ചപ്പോൾ എന്തോ കുഴപ്പം സംഭവിക്കാൻ പോകുന്നു എന്നായിരുന്നു അർത്ഥം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയായതിനാൽ അത് മറ്റാരെയും ഏൽപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. കൊട്ടാരത്തിനടിയിലെ രഹസ്യ തുരങ്കങ്ങളിലൂടെ നടക്കുമ്പോൾ വാനരവംശത്തിലെ ഒരു ശാഖയിലെ അംഗമായ ബാലി രാജാവ് ഈ ധീരവും അപകടകരവുമായ തീരുമാനത്തിലേക്ക് നയിച്ച എല്ലാ സംഭവങ്ങളെയും കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അമാനുഷിക ബഹിരാകാശയാത്രികനായ നാരദൻ കിഷ്കിന്ധയുടെ പാതയിൽ വന്നിറങ്ങിയപ്പോഴാണ് ഇതെല്ലാം ആരംഭിച്ചത്. ആളുകൾ അദ്ദേഹത്തിന്റെ ആകർഷണീയതയിൽ അത്ഭുതപ്പെട്ടു. അദ്ദേഹം വളരെ തിളക്കമുള്ളവനും സുന്ദരനുമായിരുന്നു. തന്റെ പ്രശസ്തമായ വീണയുടെ തന്ത്രികൾ വായിച്ച് ദിവ്യമധുരമായ ശബ്ദത്തിൽ പാടിക്കൊണ്ട് രാജാവ് കൊട്ടാരത്തിലേക്ക് നൃത്തം ചെയ്തു. നാരദനോട് തനിക്ക് ഒരു സന്ദേശം പറയാനുണ്ടെന്ന് പൂർണ്ണമായി അറിയാവുന്ന ബാലി രാജാവ് അദ്ദേഹത്തെ മാന്യമായി സ്വാഗതം ചെയ്തു. അദ്ദേഹം വരാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ബാലിക്ക് സന്ദേശം വളരെ പ്രധാനമായിരിക്കണം. സ്വാഗത ചടങ്ങുകൾ അക്ഷമയോടെ പിന്തുടർന്ന ശേഷം ബാലി നാരദന് പറയാനുള്ളത് കേൾക്കാൻ അദ്ദേഹത്തിന്റെ അരികിൽ ഇരുന്നു. ഒടുവിൽ നാരദൻ ആ രഹസ്യം വെളിപ്പെടുത്തി. ആ രഹസ്യം ഒരു നിമിഷം കൊണ്ട് ബാലിയെ ഉലച്ചു. ആത്മവിശ്വാസമുള്ള രാജാവിൽ നിന്ന് പ്രതിരോധമില്ലാത്ത കുരങ്ങനായി മാറ്റി. കേസരി രാജാവിന്റെ ഭാര്യയായ അഞ്ജനയുടെ ഗർഭപാത്രത്തിൽ ശിവന്റെ ഒരു വികാസം ജനിക്കാൻ പോകുകയായിരുന്നു. ഈ കുട്ടി ഭൂമിയിൽ ഒരു മഹാനായ വീരനായി മാറുമെന്നും അവന്റെ ശക്തി ബാലിയുടെ ശക്തിയെ 1000 മടങ്ങ് മറികടക്കുമെന്നും സ്വർഗത്തിൽ കിംവദന്തികൾ പരന്നു. ആദ്യം ബാലി ഭയപ്പെട്ടു. പക്ഷേ പിന്നീട് ആഴത്തിൽ ചിന്തിച്ചപ്പോൾ തന്നിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു അപകടവും അപകടമല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അവൻ ബുദ്ധിപൂർവം പ്രവർത്തിക്കണം. രാത്രിയുടെ ഇരുട്ടിൽ അവൻ കേസരിയുടെ കൊട്ടാരത്തിലേക്ക് നടന്നു. തന്റെ ചർച്ചാ കഴിവുകൾ ഉപയോഗിച്ച് അവൻ രാജകീയ അടുക്കളയിൽ പ്രവേശിച്ചു. അവിടെ ഒരാൾ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഗർഭിണിയായ രാജ്ഞിയുടെ സ്വകാര്യ പാചകക്കാരിയായിരുന്നു അവൾ. ഗർഭിണിയായ രാജ്ഞിയുടെ ഭക്ഷണ നിയന്ത്രണങ്ങൾ നിറവേറ്റാൻ കേസരി അവളെ നിയമിച്ചിരുന്നു. ഗർഭിണികളുടെ ഭക്ഷണ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഈ സ്ത്രീ വിദഗ്ധയാണെന്ന് തോന്നി. എന്നിരുന്നാലും ഇപ്പോൾ അവൾക്ക് വ്യത്യസ്തമായ എന്തോ വിളമ്പുകയായിരുന്നു. പോളി സ്വീകരിച്ച പ്രത്യേക ഭക്ഷണം. പിറ്റേന്ന് രാവിലെ പോളി തലേദിവസം രാത്രി നൽകിയ ദ്രാവകം ശ്രദ്ധാപൂർവം ചൂടാക്കി. അതിൽ ഒരു ചെറിയ ലോഹമൂലകം മണക്കാൻ അവൾക്ക് കഴിഞ്ഞു. അത് വിദഗ്ധമായി തയ്യാറാക്കിയിരുന്നു. അതിനാൽ അത് യഥാർത്ഥത്തിൽ എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. മരുന്ന് അതിന്റെ ജോലി ചെയ്യുമെന്ന് മാത്രമാണ് പോളി അവളോട് പറഞ്ഞത്. പക്ഷേ അവളും വ്യത്യസ്തയല്ല. മരുന്ന് എന്താണെന്ന് അവൾക്കറിയാമായിരുന്നു. പൈപ്പിംഗ് ചൂടുള്ള ദ്രാവകത്തിന്റെ ഗ്ലാസ് അവൾ വഹിക്കുന്നപ്പോൾ അവളുടെ കൈകൾ ചെറുതായി വിറച്ചു. അത് തെറ്റാണെന്ന് അവൾക്കറിയാമായിരുന്നു. ഗർഭിണിയായ സ്ത്രീക്ക് 5 ലോഹങ്ങൾ അടങ്ങിയ പാനീയം നൽകുന്നത് വളരെ തെറ്റായിരുന്നു. സ്വർണം, ചെമ്പ്, ഇരുമ്പ്, ടിൻ, സിങ്ക് ഇവയിലേതെങ്കിലും കുഞ്ഞിനെ മാത്രമല്ല അമ്മയെയും കൊല്ലും.
അമ്മയെയും ഗർഭസ്ഥ ശിശുവിനെയും പുനരുജ്ജീവിപ്പിക്കുന്ന ആരോഗ്യകരമായ പാനീയം വിഴുങ്ങിക്കൊണ്ട് അഞ്ജന കണ്ണുകൾ അടച്ചു. റാണിയിൽ നിന്ന് ഗ്ലാസ് തിരികെ നൽകിയപ്പോൾ എന്തെങ്കിലും പ്രതികരണമുണ്ടോ എന്ന് അവൾ ശ്രദ്ധാപൂർവം അവളുടെ മുഖത്തേക്ക് നോക്കി. അതിശയകരമെന്നു പറയട്ടെ, ഒന്നുമില്ല. ഫലം കാണാൻ എത്ര സമയമെടുക്കുമെന്ന് കാണാൻ അവൾ ഒരു മിനിറ്റ് കാത്തിരുന്നു. ഒന്നുമില്ല. എന്തു ചെയ്യണമെന്ന് അറിയാതെ അവൾ അടുക്കളയിലേക്ക് മടങ്ങി. ആ ദിവസം അവൾ അടുക്കള ജോലികൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്തെങ്കിലും മാറ്റം കാണാൻ ആകാംക്ഷയോടെ റാണിയെ നോക്കി. റാണി ഒന്നും ചെയ്തില്ല. പിറ്റേന്ന് റാണി അഞ്ജനയെ പ്രസവമുറിയിലേക്ക് കൊണ്ടുപോയി. അവൾക്ക് സങ്കോചങ്ങൾ തുടങ്ങി. ത്യാഗിയായ വേലക്കാരി പ്രസവമുറിക്ക് പുറത്തു നിൽക്കുകയായിരുന്നു. ഗർഭം അലസലിന്റെ വാർത്തക്കായി കാത്തിരിക്കുകയായിരുന്നു. പകരം അവൾ തന്റെ നവജാത ശിശുവിന്റെ കരച്ചിൽ കേട്ടു. എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ മുട്ടുകുത്തിയിരുന്നു. അമ്മ 5 മാരകമായ ലോഹങ്ങളുടെ മിശ്രിതം കുടിച്ച ശേഷം ഒരു കുഞ്ഞ് എങ്ങനെ ജനിക്കും? കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ സ്വയം ഒത്തുചേർന്ന് മരണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട കുഞ്ഞിനെ കാണാൻ മുറിയിലേക്ക് ഓടി. കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോൾ അവൾ ബോധരഹിതയായി. ആ 5 ലോഹങ്ങളുടെ മിശ്രിതം കൊണ്ട് നിർമ്മിച്ച കമ്മലുകൾ ധരിച്ച കുരങ്ങൻ അവളെ നോക്കി പുഞ്ചിരിക്കുകയായിരുന്നു. അവനെ നശിപ്പിക്കുന്നതിനു പകരം അവർ അവനെ അലങ്കരിച്ചു. അരക്ഷിതാവസ്ഥ ആത്മാവിന്റെ സൗന്ദര്യത്തെ നശിപ്പിക്കുന്നു, പക്ഷേ നിഷ്കളങ്കത ഒരാളുടെ സ്വഭാവത്തെ അലങ്കരിക്കുന്നു. ഹനുമാൻ സൂര്യനെ വിഴുങ്ങിയപ്പോൾ സ്വർഗത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വൈദ്യുതി തടസ്സമുണ്ടായി. പൂർണ്ണമായ ഇരുട്ട് സ്വർഗലോകങ്ങളെ വലയം ചെയ്തു. എല്ലായിടത്തും പൂർണ്ണമായ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. സൂര്യൻ പ്രകാശിപ്പിച്ച ഒരു സ്ഥലത്ത് ഇരുട്ട് എങ്ങനെ ഉണ്ടാകും? ആ വർഷം ഇന്ദ്രൻ ഒരു പ്രധാന യോഗം നടത്തുന്നതിനിടെയാണ് വൈദ്യുതി തടസ്സമുണ്ടായത്. സ്വർഗത്തിലെ എല്ലാ ഭരണാധികാരികളും അവരുടെ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഒത്തുകൂടി. വൈദ്യുതി തടസ്സത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയില്ലായിരുന്നു. അവർക്കറിയാവുന്നിടത്തോളം സ്വർഗത്തിലെ ക്രമീകരണങ്ങളിൽ ഒരു തെറ്റുമുണ്ടായിരുന്നില്ല. തീയാൽ ഭാഗികമായി പ്രകാശിതമായ മുറിയിലേക്ക് ഒരു കാവൽക്കാരൻ പെട്ടെന്ന് പ്രവേശിച്ചു. ഓ ദൈവങ്ങളെ, എനിക്ക് നിങ്ങൾക്ക് ഒരു മോശം വാർത്തയുണ്ട്. ഒരു ചെറിയ കുരങ്ങൻ സൂര്യനെ ഒരു വലിയ ചുവന്ന പഴമാണെന്ന് തെറ്റിദ്ധരിച്ച് അത് വിഴുങ്ങി. എന്ത്? മുറിയിലെ എല്ലാ ദേവന്മാരും പൂർണ്ണമായും ഞെട്ടിപ്പോയി. ആർക്കാണ് സൂര്യനെ വിഴുങ്ങാൻ കഴിയുക? മാത്രമല്ല, ഗ്രഹണ സമയമായതിനാൽ രാഹുവും അതേ സമയം സൂര്യനെ വിഴുങ്ങാൻ വന്നു. എന്നാൽ സൂര്യൻ ഇതിനകം വിഴുങ്ങിക്കഴിഞ്ഞതായി ചെറിയ കുരങ്ങൻ കണ്ടപ്പോൾ തന്റെ അവകാശങ്ങളെക്കുറിച്ച് ചെറിയ കുരങ്ങിനോട് തർക്കിക്കാൻ ശ്രമിച്ചു. ചെറിയ കുരങ്ങൻ രാഹുവിനെ മറ്റൊരു വലിയ പഴമാണെന്ന് കരുതി അവനെയും പിടിച്ചു. ഇപ്പോൾ സ്വർഗലോകങ്ങളിൽ പൂർണ്ണമായ കുഴപ്പവും ഞെട്ടലും ഉണ്ടായിരുന്നു. കാര്യങ്ങൾ നിയന്ത്രണത്തിലാക്കാൻ ദയവായി എന്തെങ്കിലും ചെയ്യുക. ഈ ഭയാനകമായ കഥ കേട്ട ഇന്ദ്രൻ ഉടൻ തന്നെ തന്റെ ആനയെ വഹിക്കുന്ന ഐരാവതത്തിൽ കയറി ദുരന്തസ്ഥലത്തെത്തി. കുരങ്ങിന്റെ വായിൽ നിന്ന് സൂര്യൻ പുറത്തുവരുന്നത് വൈകിപ്പിക്കാൻ ആഗ്രഹിക്കാതെ അവൻ തന്റെ വജ്രം ഇടിമുഴക്കം എറിഞ്ഞു. അത് പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിന്റെ ലക്ഷ്യം നേടാൻ സഹായിച്ചു. എന്നാൽ രസകരമെന്നു പറയട്ടെ, ആന പോരാടാൻ വളരെ ഉത്സുകനായിരുന്നു. വജ്രം കുരങ്ങിന്റെ അടുത്തെത്തുന്നതിനു മുമ്പ് ഐരാവതം അതിന്റെ വഴിയിൽ കയറി. ചെറിയ കുരങ്ങൻ വലിയ വെള്ള ആനയെ കണ്ടപ്പോൾ അത് അവന്റെ അടുത്തേക്ക് പാഞ്ഞുവന്ന് അതിനെ വായിലേക്ക് തള്ളിയിടാൻ ആഗ്രഹിച്ചു. ഒരു വാൽനക്ഷത്രത്തെപ്പോലെ തന്റെ അടുത്തേക്ക് ഓടുന്ന കുട്ടിയെ കണ്ട് ഇന്ദ്രൻ ഭയന്നു. അപ്പോൾ ഇന്ദ്രന്റെ വജ്രം ആ കൊച്ചു കുരങ്ങിന്റെ കവിളിൽ തട്ടി. അത്തരമൊരു അടിയിൽ നിന്ന് ഒരു സാധാരണ മനുഷ്യനോ ദൈവമോ രക്ഷപ്പെടില്ലായിരുന്നു. താടിയൽ ഒടിഞ്ഞു. കൊച്ചു കുരങ്ങൻ ബോധം നഷ്ടപ്പെട്ടു. അവൻ വീണപ്പോൾ അവന്റെ വായ തുറന്നു. സൂര്യനും രാഹുവും അതിൽ നിന്ന് പുറത്തുവന്നു. സൂര്യൻ അതിന്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് പുനഃസ്ഥാപിക്കപ്പെട്ടതിൽ ദേവന്മാർക്ക് ആശ്വാസം ലഭിച്ചു. പക്ഷേ അവർക്ക് വളരെ വിനാശകരമായ എന്തോ ഒന്ന് അനുഭവപ്പെട്ടു. കുരങ്ങിനെ ആക്രമിക്കുന്നതിനു മുമ്പ് അവരിൽ ആരും ബ്രഹ്മാവിൽ നിന്നോ ബൃഹസ്പതിയിൽ നിന്നോ ഉപദേശം തേടാൻ ചിന്തിച്ചില്ല. ഇടിമിന്നലിൽ കൊച്ചു കുരങ്ങൻ നിലത്തെ ഒരു ഗുഹയിൽ വീണു. അത് പൂർണ്ണമായും അബോധാവസ്ഥയിലും പ്രായോഗികമായി നിർജീവമായും. പെട്ടെന്ന് മറ്റൊരു ദുരന്തം സംഭവിച്ചു. വായു സഞ്ചാര സംവിധാനം നിലച്ചു. അവരിൽ ആർക്കും ശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് സ്വർഗത്തിൽ എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും പൂർണ്ണമായ കുഴപ്പങ്ങളുണ്ടായി. എന്നിരുന്നാലും ഇത്തവണ പ്രായോഗിക ജ്ഞാനത്തിനായി അവർ ബ്രഹ്മാവിനെ സമീപിക്കാൻ തീരുമാനിച്ചു. ബ്രഹ്മാവായിരുന്നു അവരുടെ പരമോന്നത വഴികാട്ടി. അടിയന്തര ആവശ്യങ്ങളെയും ഹ്രസ്വകാല ഫലങ്ങളെയും ആശ്രയിക്കാതെ വിശാലമായ വീക്ഷണകോണിൽ നിന്ന് അദ്ദേഹം എല്ലായ്പ്പോഴും സാഹചര്യം വിശകലനം ചെയ്തു. ദേവന്മാരോട് അദ്ദേഹം വിശദീകരിച്ചു, ഈ കൊച്ചു കുരങ്ങൻ വായുവിന്റെ മകനല്ലാതെ മറ്റാരുമല്ല. അവന് ആഞ്ജനേയൻ, ജനിക്കാത്ത മകൻ എന്നാണ് പേര്. ഈ കൊച്ചു കുരങ്ങൻ യഥാർത്ഥത്തിൽ ശിവന്റെ ഒരു തുടർച്ചയാണ്. രാവണനെ നശിപ്പിക്കുന്നതിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. തന്റെ മകന് പരിക്കേറ്റതിനാൽ വായു പ്രപഞ്ചത്തിൽ നിന്ന് എല്ലാ വായുവും വലിച്ചെടുത്ത് പ്രതിഷേധിച്ചു. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ദുഃഖം സാർവത്രിക ദുഃഖത്തിന് കാരണമായി. കുട്ടിയെ രക്ഷിക്കുന്നതിലും വായുവിനെ സന്തോഷിപ്പിക്കുന്നതിലും തന്നോടൊപ്പം ചേരാൻ ബ്രഹ്മാവ് എല്ലാ ദേവന്മാരോടും ആവശ്യപ്പെട്ടു.
ഗുഹയിലെ അന്തരീക്ഷം പിരിമുറുക്കമായിരുന്നു. ദുഃഖിതനായ പിതാവ് കണ്ണീരോടെ തന്റെ നിർജീവ മകനെ നോക്കി. ബ്രഹ്മാവ് കുരങ്ങൻ കുട്ടിയുടെ അടുത്തേക്ക് നടന്നുവന്ന് തന്റെ കമണ്ഡലത്തിൽ നിന്ന് ജലപാത്രത്തിൽ നിന്ന് ഏതാനും തുള്ളി പുണ്യജലം തളിച്ച് കുട്ടിയുടെ ശരീരത്തിൽ കൈകൾ തടവി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കുട്ടി എഴുന്നേറ്റു ഇരുന്നു. ചുറ്റും നിൽക്കുന്ന എല്ലാ ദിവ്യ വിഗ്രഹങ്ങളെയും നോക്കി. കുരങ്ങൻ കുട്ടിയുടെ താടിയല് ഒടിഞ്ഞത് കണ്ട് ബ്രഹ്മാവ് പറഞ്ഞു, ഇന്ന് ഈ കുട്ടിയെ ഹനുമാൻ, ഹനു എന്നാൽ താടിയല് എന്ന് വിളിക്കും. ഇത് തന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം ചെയ്ത ഈ അത്ഭുതകരമായ നേട്ടത്തെ ലോകത്തെ ഓർമ്മിപ്പിക്കും. അദ്ദേഹം വായുദേവന്റെ മകനായതിനാൽ അദ്ദേഹത്തെ മരുതസുതൻ അല്ലെങ്കിൽ മാരുതി എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിന്റെ ശരീരം ഇപ്പോൾ ഇന്ദ്രന്റെ വജ്രം പോലെ കഠിനമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മറ്റൊരു പേര് ലഭിച്ചത്. അദ്ദേഹത്തെ ബജ്രംഗി എന്ന് വിളിക്കുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹം ജീവിക്കുമെന്ന വരവും ഞാൻ അദ്ദേഹത്തിന് നൽകും. ആർക്കും അവനെ കൊല്ലാനോ പരാജയപ്പെടുത്താനോ കഴിയില്ല. പ്രകൃതി നിയമങ്ങളാൽ അവൻ ബന്ധിതനല്ല. ബ്രഹ്മാവ് എല്ലാ ദേവന്മാരോടും ഈ അത്ഭുതകരമായ കുട്ടിക്ക് അവരുടെ എല്ലാ അനുഗ്രഹങ്ങളും നൽകാൻ ആവശ്യപ്പെട്ടു. കുട്ടിയെ അനുഗ്രഹിക്കാൻ എല്ലാവരും മുന്നോട്ടു വന്നു. അഗ്നി ഒരിക്കലും തന്നെ ഉപദ്രവിക്കില്ലെന്ന് അഗ്നിദേവൻ അദ്ദേഹത്തിന് ഒരു വരം നൽകി. അദ്ദേഹത്തിന് ഇത്രയും പ്രശസ്തമായ ഒരു ആയുധവും തന്നെ ഉപദ്രവിക്കരുതെന്ന് ഇന്ദ്രൻ അദ്ദേഹത്തിന് ഒരു വരം നൽകി. ബൃഹസ്പതി അദ്ദേഹത്തിന് ആയുർവേദത്തെയും ലോകത്തിലെ എല്ലാ പഴങ്ങളെയും സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും കുറിച്ചുള്ള അറിവ് നൽകി. സൂര്യൻ അദ്ദേഹത്തിന് എല്ലാ വേദങ്ങളും യഥാസമയം പഠിപ്പിക്കാൻ വാഗ്ദാനം ചെയ്തു. ധന്വന്തരി അദ്ദേഹത്തിന് രോഗശാന്തി സ്പർശം നൽകി. ദിവ്യശില്പിയായ വിശ്വകർമാവ് അദ്ദേഹത്തിന് അത്ഭുതകരമായ ബുദ്ധിശക്തിയും ചിന്തയുടെ വ്യക്തതയും സർഗാത്മകതയും നൽകി. അദ്ദേഹത്തിന്റെ പിതാവ് വായുദേവൻ അദ്ദേഹത്തിന് വേഗയുടെ ശക്തി നൽകി. എല്ലാ ദേവന്മാരും വരങ്ങൾ നൽകിയ ശേഷം ബ്രഹ്മാവ് മുന്നോട്ട് വന്ന് ഹനുമാന്റെ കഴുത്തിൽ ഒരു വജ്രമാല വച്ചു. അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഉയർന്ന വരം നൽകും എന്റെ കുഞ്ഞെ. നീ ദൈവത്തിന്റെ നിത്യദാസനാകും. ഞാൻ നിങ്ങളുടെ കഴുത്തിൽ വച്ചിരിക്കുന്ന ഈ വജ്രമാല ലോകത്തിന്റെ കണ്ണുകൾക്ക് അദൃശ്യമാണ്. ഈ രത്നം തിരിച്ചറിയുന്നയാൾ നിങ്ങളുടെ നിത്യനായ നാഥനും ഗുരുവുമാണ്. നിങ്ങളുടെ ഗുരുവിനെ കണ്ടുമുട്ടുന്ന നിമിഷം നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ അസ്ഥികളും ഉരുകും. ഈ വരങ്ങളെല്ലാം നൽകുമ്പോൾ ഹനുമാൻ ഗൗരവമായി പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് സ്വയം ദൈവത്തിന്റെ നിത്യദാസനാണെന്ന് പ്രഖ്യാപിച്ചയുടനെ ഹനുമാൻ പ്രകാശിക്കാൻ തുടങ്ങി. എല്ലാവരും പോയതിനുശേഷം ഒരു ചിന്ത മാത്രമേ ഹനുമാന്റെ മനസ്സിനെ ഭരിച്ചുള്ളൂ. ഇത്രയും ചെറിയ തെറ്റിനു ശേഷവും അയാൾക്ക് ലഭിക്കുന്ന ശ്രദ്ധ ഇതാണ് എങ്കിൽ കൂടുതൽ ശ്രമിക്കേണ്ടതാണ്. നിരപരാധിത്വം തെറ്റായി മുദ്രകുത്തപ്പെടുമ്പോൾ ശിക്ഷ അന്യായമായി മുദ്രകുത്തപ്പെടുന്നു. പലപ്പോഴും അനുഗ്രഹങ്ങൾ എണ്ണുന്നത് കഷ്ടപ്പാടുകൾ എണ്ണുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. കാരണം അനുഗ്രഹങ്ങൾ ജ്യാമിതീയമായും കഷ്ടപ്പാടുകൾ ഗണിതപരമായും കണക്കാക്കേണ്ടതുണ്ട്. ഒരു കുരങ്ങിന്റെ അസ്വസ്ഥത. ആ ദിവസം കണ്ട കാഴ്ച അച്ഛന് വിശ്വസിക്കാനായില്ല. അയാൾ ഓടിയില്ല, ചാടിയില്ല, വഴുതി വീണില്ല, നടക്കുകയായിരുന്നു. ആ ദിവസം ഹനുമാൻ നടക്കുകയായിരുന്നു. ആ ദിവസം മകൻ വീട്ടിലേക്ക് മടങ്ങുന്നത് കണ്ടയുടനെ കേസരിയുടെ മനസ്സിൽ ഒരു സംശയം ഉയർന്നുവന്നു. താമസിയാതെ അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. ഹനുമാൻ മുനിമാരെ വളരെ ശാന്തനായി നയിച്ചു. ഹനുമാന്റെ അടക്കിയ മുഖം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭയം സ്ഥിരീകരിച്ചു. അയാൾ ശാന്തനോ ദുഃഖിതനോ ആയിരുന്നില്ല, മറിച്ച് ആഴത്തിലുള്ള ചിന്തയിലായിരുന്നു. ആ ദിവസം വരെ കേസരി തന്റെ മകനെ ആഴത്തിലുള്ള ചിന്തയിൽ കണ്ടിട്ടില്ല. അയാൾ ഒരു സജീവ മനുഷ്യനോ അല്ലെങ്കിൽ ഒരു സജീവ കുരങ്ങനോ ആയിരുന്നു. അയാൾ മകന്റെ അടുത്തേക്ക് പോയി മുട്ടുകുത്തി. മുഖം സ്നേഹപൂർവ്വം പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് കാര്യം മകനെ? ഹനുമാന്റെ ഉത്തരം അദ്ദേഹത്തെ നിശബ്ദനാക്കി. എനിക്ക് പഠിക്കണം, അയാൾ പറഞ്ഞു. ഈ ചിന്തയുടെ ഉറവിടം കേസരിക്ക് മനസ്സിലായില്ല. അയാൾ ആശയക്കുഴപ്പത്തിലായി. ഈ കാര്യം സ്വയം അന്വേഷിക്കാൻ തീരുമാനിച്ചു. സംഭവിച്ചതെല്ലാം ഹനുമാനോട് പറയാൻ കഴിയില്ലെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. ആ ദിവസം ഒരു ഉയർന്ന ശക്തി പ്രവർത്തിച്ചിരുന്നു. വളരെ വൃതരായ ഒരു കൂട്ടം ഋഷിമാരോടൊപ്പം ഇരുന്നുകൊണ്ട് കേസരി തന്റെ മകനെക്കുറിച്ച് അവർ പറയുന്നതെല്ലാം ശ്രദ്ധിച്ചു. തുടക്കത്തിൽ അവർ പറഞ്ഞതെല്ലാം അസ്വസ്ഥമായിരുന്നു, പക്ഷേ അവസാനം പ്രോത്സാഹജനകമായിരുന്നു. എല്ലാ ദിവസവും നദീതീരത്ത് ആളുകളെ പീഡിപ്പിക്കാൻ ഹനുമാൻ പുതിയ വഴികൾ കണ്ടെത്തുമായിരുന്നു. കഠിനാധ്വാനത്താൽ കഠിനരായ ഋഷിമാരായിരുന്നു അദ്ദേഹത്തിന്റെ മൃദുല ലക്ഷ്യങ്ങൾ. അവരുടെ അമാനുഷിക ശക്തികളെ ഭയന്ന് പലരും ഈ ഋഷിമാരിൽ നിന്ന് അകന്നുനിന്നു. പക്ഷേ ഹനുമാൻ സ്വാഭാവികമായും അവരിലേക്ക് ആകർഷിക്കപ്പെട്ടു. എന്നിരുന്നാലും അദ്ദേഹത്തിന് അവരിൽ നിന്ന് ഒരു പോസിറ്റിവിറ്റിയോ പ്രയോജനമോ ലഭിച്ചില്ല. ഇതെല്ലാം അദ്ദേഹം വിനോദത്തിനായി ചെയ്തു. തന്റെ അസ്വസ്ഥവും ക്രൂരവുമായ മനസ്സിനെ ഉൾക്കൊള്ളാൻ അദ്ദേഹം നിരന്തരം എന്തെങ്കിലും അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഋഷിമാർ കുളിക്കുമ്പോൾ ഹനുമാൻ അവരുടെ വസ്ത്രങ്ങളിൽ വലിയ ദ്വാരങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഒരു മരക്കൊമ്പ് കൊണ്ട് അടിച്ച് അവരുടെ കമണ്ഡലങ്ങൾ അവൻ തകർക്കുമായിരുന്നു. അവർ പുറത്തുവരുന്നതുവരെ അവൻ കാത്തിരിക്കുകയും അവരുടെ കലങ്ങിയ മുഖങ്ങൾ കാണുന്നതിൽ ഒരു ദുഃഖകരമായ ആനന്ദം അനുഭവിക്കുകയും ചെയ്യും. അവർ പുറത്തുവരാൻ കൂടുതൽ സമയമെടുത്താൽ അവൻ വെള്ളത്തിൽ ഇറങ്ങി താഴെ നിന്ന് കാലുകൾ വലിക്കും.
ഒരു ജലമുതലയുടെ ആക്രമണമാണെന്ന് കരുതി ഋഷിമാർ ഇതിനെ ഭയപ്പെടും. ചിലപ്പോൾ നദീതീരത്ത് അവർ സൂര്യനോട് പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ അവൻ അവരുടെ തോളിൽ ചാടി അവരുടെ നീണ്ട താടികൾ പിടിച്ചു വലിക്കും. കുളിച്ച് നദിയിൽ നിന്ന് പുറത്തുവന്നതിനു ശേഷം മുനിമാർ കളിക്കുന്ന കളിയായിരുന്നു അവന്റെ പ്രിയപ്പെട്ട തന്ത്രം. അവൻ അവർക്കായി ക്ഷമയോടെ കാത്തിരിക്കും. അവൻ വേഗത്തിൽ വായിൽ വെള്ളം നിറച്ച് ഒരു അരുവി പോലെ അവരുടെ മേൽ തുപ്പും. ഇത് മലിനമായ മുനിമാരെ വീണ്ടും കുളിപ്പിക്കാൻ നിർബന്ധിതരാക്കും. അതേ മുനി ഈ ചക്രം പലതവണ ചെയ്യും, ചിലപ്പോൾ മണിക്കൂറുകളോളം ഒരുമിച്ച് ചെയ്യും. ഒടുവിൽ നദീതീരത്ത് ഈ ഭ്രാന്തൻ നിരന്തരം ശല്യപ്പെടുത്തിയ മുനിമാർ അവരുടെ പൊതുവായ ജലസ്രോതസ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഓരോരുത്തരും കുളിക്കാൻ വ്യത്യസ്തമായ ജലസ്രോതസ് കണ്ടെത്തി. നിരവധി ദിവസത്തെ വരൾച്ചയ്ക്ക് ശേഷം ഹനുമാൻ തന്റെ വിനോദത്തിൽ മുനിമാർ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. തന്റെ ദൈനംദിന വിനോദത്തിനുമായി അവരുടെ ആശ്രമങ്ങൾ സന്ദർശിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഒരു ദിവസം വേദങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഋഷിമാർ ചൂടേറിയ ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഹനുമാൻ അവരുടെ ആശ്രമത്തിൽ പ്രവേശിച്ചു. യോഗം നടക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് അകലെയുള്ള ഒരു മരത്തിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹം. പെട്ടെന്ന് ഈ ഋഷിമാർ ഇരിക്കുന്ന മരത്തിനടിയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു പഴക്കുലയിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ പതിഞ്ഞു. അദ്ദേഹം ചാടി ഇറങ്ങിയ ഉടനെ അദ്ദേഹം കയറിക്കൊണ്ടിരുന്ന ശാഖ ഒടിഞ്ഞു. എങ്ങനെയോ ശരിയായ സമയത്ത് അദ്ദേഹം ചാടി മറ്റൊരു ശാഖയിൽ വീണു, അതും ഒടിഞ്ഞു. വീണ്ടും അദ്ദേഹം വീഴ്ചയിൽ നിന്ന് സ്വയം രക്ഷപ്പെട്ടു. എന്നാൽ ഒടിഞ്ഞ 2 ശാഖകൾ ഋഷിമാരുടെ കൂട്ടത്തിലേക്ക് നേരിട്ട് ഇടിക്കുന്നത് തടയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആർക്കും പരിക്കില്ലെങ്കിലും ഈ വികൃതിയിൽ ഋഷിമാർ കോപാകുലരായി. എന്നാൽ ഒരു സംഭവം നടന്നു. അത് ബഹുമാന്യരായ ഋഷിമാരുടെ സഹനത്തിന്റെ പരിധി കവിഞ്ഞു. പതിവിലും നേരത്തെ ഒരു ദിവസം രാവിലെ സൂര്യോദയത്തിന് വളരെ മുമ്പ് ഹനുമാൻ ആനന്ദത്തിനായി കാട്ടിലേക്ക് പോയി. ഒരു കടുവ ആനയുമായി പൊരുതുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹം അവരുടെ അടുത്തേക്ക് നടന്നു, അവരെ ഞെട്ടിച്ചു. ആനയെ അതിന്റെ കൊമ്പുകൾ പിടിച്ച് കടുവയിൽ നിന്ന് വലിച്ചു. പിന്നെ മറ്റേ കൈകൊണ്ട് അയാൾ കടുവയുടെ വാലിൽ പിടിച്ച് ബോധരഹിതനായ 2 മൃഗങ്ങളെ വലിച്ചിഴക്കാൻ തുടങ്ങി. അവയെ വളരെ ദൂരം വലിച്ചിഴച്ച ശേഷം സന്യാസി ആശ്രമവാതിലിന്റെ ഇരുവശത്തുമുള്ള 2 തൂണുകളിൽ അവയെ കെട്ടി. അങ്ങനെ ചെയ്ത ശേഷം സ്വയം ആസ്വദിക്കാൻ ഹനുമാൻ അപ്രത്യക്ഷനായി. താമസിയാതെ രാവിലെ പ്രകൃതിയുടെ വിളിക്ക് ഉത്തരം നൽകാൻ ആകാംക്ഷയോടെ തൃൺബിന്ദു എന്ന സന്യാസി കയ്യിൽ ഒരു വെള്ളക്കുടവുമായി വാതിൽ തുറന്നു. അയാൾ പുറത്തുവന്നപ്പോൾ അയാളുടെ കണ്ണുകൾ വാതിലിൽ ഉറപ്പിച്ചിരുന്നു. സൂര്യൻ ഉദിച്ചിട്ടില്ലാത്തതിനാൽ ഇപ്പോഴും ഇരുട്ടായിരുന്നു. എന്നിരുന്നാലും അയാൾക്ക് ഈ പതിവ് ശീലമായിരുന്നു. ഇരുട്ടിൽ എങ്ങനെ നടക്കണമെന്ന് അറിയാമായിരുന്നു. ഗേറ്റിൽ നിന്ന് പൂമുഖത്തേക്ക് കാലെടുത്തുവച്ച ഉടനെ പ്രവേശന കവാടത്തിൽ കടുവ നിൽക്കുന്നത് കണ്ട് അയാൾ ഭയന്നുപോയി. തന്റെ വെള്ളക്കുടം താഴെയിട്ടു വീട്ടിലേക്ക് ഓടിച്ചെന്ന് വാതിൽ പൂട്ടി. അയാൾക്ക് സാധാരണയായി മലബന്ധം അനുഭവപ്പെടാറുണ്ട്. പക്ഷേ ഇന്നത്തെ സംഭവം അദ്ദേഹത്തെ വളരെയധികം ഭയപ്പെടുത്തിയതിനാൽ അതിൽ നിന്ന് ആശ്വാസം തേടേണ്ടത് അത്യാവശ്യമാണെന്ന് അയാൾക്ക് തോന്നി. കടുവയെ ഒരു തൂണിൽ കെട്ടിയിടുകയാണെന്ന് അറിഞ്ഞപ്പോൾ അയാൾ ധൈര്യം സംഭരിച്ചു. കടുവയിൽ നിന്ന് കഴിയുന്നത്ര അകന്നു നിൽക്കാൻ ശ്രമിച്ചു. ഇത്തവണ അവൻ പുറത്തേക്ക് പോയപ്പോൾ കടുവയിൽ നിന്ന് അകന്നു മാറി. അവൻ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ കാട്ടാന അവനെ നേരിട്ടു. അവൻ നിലവിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടി. ഇപ്പോൾ തൃൺബിന്ദു വേദന കൊണ്ട് പുളയുകയായിരുന്നു. അവന്റെ ശരീരത്തിനുള്ളിൽ കുഴപ്പവും വീടിനു പുറത്ത് ഒരു ദുരന്തവും ഉണ്ടായിരുന്നു. ആരാണ് ഈ ക്രൂരമായ വികൃതി ചെയ്തതെന്ന് അവനറിയില്ല. സമീപത്തു നിന്ന് വരുന്ന ചിരിയുടെ ശബ്ദങ്ങൾ കേട്ട് അവൻ കോപത്താൽ തിളച്ചു. അവൻ തന്റെ ജനാലയിലേക്ക് ഓടിച്ചെന്ന് ഹനുമാൻ തറയിൽ ഉരുണ്ടു കിടക്കുന്നത് കണ്ടു. വയറു പിടിച്ച് ചിരിക്കുന്നു. കുരങ്ങൻ തന്റെ കടുത്ത കോപത്തിൽ മറ്റ് ബഹുമാന്യരായ ഋഷിമാരെ വേദനിപ്പിക്കാതിരിക്കാൻ ആഗ്രഹിച്ച് തന്റെ കമണ്ടലും പുറത്തെടുത്ത് അകത്തുനിന്ന് വെള്ളം ഒഴിച്ച് ഹനുമാന്റെ നേരെ എറിഞ്ഞ് അവനെ ശപിച്ചു. ലജ്ജയില്ലാത്ത കുഞ്ഞെ, നിന്റെ ശക്തിയും വേഗതയും നിന്നെ വളരെയധികം അഭിമാനിയാക്കിയിരിക്കുന്നു. ഈ ശക്തിയും വേഗതയും എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആർക്കും അറിയാത്തതിനാൽ നീ അത് ദുരുപയോഗം ചെയ്യുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ആരെങ്കിലും നിന്നെ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ നിന്റെ എല്ലാ ശക്തികളും നീ മറക്കുമെന്ന് ഞാൻ നിന്നെ ശപിക്കുന്നു. ശാപം ഉച്ചരിച്ച ശേഷം ഹനുമാൻ ശാന്തനായി. കാട്ടിൽ എങ്ങനെ എത്തി എന്നും അവിടെ നിലത്ത് എന്താണ് ചെയ്യുന്നതെന്നും മനസ്സിലാകാതെ അയാൾ ചുറ്റും നോക്കാൻ തുടങ്ങി. തന്റെ ജീവിതത്തിന്റെ ഉദ്ദേശ്യമെന്താണെന്നും സമയം എങ്ങനെ ഫലപ്രദമായി ചെലവഴിക്കാമെന്നും അയാൾ ചിന്തിക്കാൻ തുടങ്ങി. പിതാവായ കേസരിയുടെ കൊട്ടാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ അവന്റെ ഹൃദയത്തിൽ ശക്തമായ ഒരു ആഗ്രഹം വളർന്നു. അറിവ് നേടാനുള്ള ആഗ്രഹം. ഓരോ ദുഷ്പ്രവൃത്തിയിലും ബുദ്ധിയുടെ വിത്തുണ്ട്. പ്രചോദനത്തിന്റെയും ജലം ഈ വിത്തിനെ പോഷിപ്പിക്കുമ്പോൾ ഉത്തരവാദിത്തത്തിന്റെ പൂക്കളും സജീവ പങ്കാളിത്തത്തിന്റെ ഫലങ്ങളും വിരിയുന്നു. ഹനുമാൻ 2 ഉടൻ വരുന്നു.